കഴിഞ്ഞ പിണറായി മന്ത്രിസഭയുടെ കാലത്തുണ്ടായ പ്രമാദമായ വിവാദമായ എല്ലാ കേസുകളിലും പുനരന്വേഷണവും തുടരന്വേഷണവും ഉടൻ തന്നെ ആരംഭിക്കും. അതിനായി പ്രത്യേക അന്വേഷണ സംഘാംഗങ്ങളെ നിയമിക്കും എന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ഒരു കേസും വെറുതെ വിടില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് ഉൾപ്പെടെ ബ്രൂവറി കേസ്, പമ്പ മണൽകടത്ത് കേസ്, അതുപോലെ ADGP അജിത് കുമാറിനെതിരായ കേസുകൾ ഒക്കെ തന്നെ കൃത്യമായി നിരീക്ഷിച്ച് അന്വേഷിക്കും. അതിന് കോടതിയുടെ അനുമതി ഉടൻ തന്നെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ തേടും എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ഈ കേസുകളൊക്കെ തേഞ്ഞുമാഞ്ഞു പൊയ്ക്കൊള്ളും എന്നും ഇത്തരത്തിലുള്ള കേസുകൾ അവിടെ കിടന്നോളും എന്നും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടി ഉണ്ടാകില്ല എന്നും അതിൽ ജാമ്യം കിട്ടുമെന്നും ഉള്ള ചില ആളുകളുടെ ഒക്കെ തന്നെ മിഥ്യാധാരണ ഉടൻ തന്നെ മാറും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രകടിപ്പിക്കുന്നത്. പമ്പ ത്രിവേണിയിൽ വെള്ളപ്പൊക്കത്തിന് ശേഷം അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യുന്നതിൽ 2020 അഴിമതിയുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവായിരിക്കെ ചെന്നിത്തലയുടെ ആരോപണം അന്ന് ഉണ്ടായിരുന്നു. സർക്കാർ നൽകിയ കരാറിൽ വൻ ക്രമക്കേട് ആരോപിക്കപ്പെട്ടു. തിരുവനന്തപുരം വിജിലൻസ് കോടതി പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിട്ടെങ്കിലും ഹൈക്കോടതി റദ്ദാക്കി. കോടതിയെ ബോധ്യപ്പെടുത്തി തുടരന്വേഷണം പമ്പ മണൽക്കടത്തുമായി ബന്ധപ്പെട്ട് നടക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. സംസ്ഥാന സർക്കാർ 2020 ചില സ്വകാര്യ കമ്പനികൾക്ക് ബ്രൂവറി ഡിസ്റ്റിലറി ലൈസൻസുകൾ അനുവദിച്ചതിൽ അഴിമതിയും സ്വജനപക്ഷപാതവും ആരോപിക്കപ്പെട്ടു. ഇത് സംബന്ധിച്ച് വിജിലൻസിനും ഗവർണർക്കും അന്ന് രമേശ് ചെന്നിത്തല പരാതി നൽകിയിരുന്നു. CBI അന്വേഷണവും ആവശ്യപ്പെട്ടു. വൻ രാഷ്ട്രീയ വിവാദം ഉയർന്നെങ്കിലും ആരോപണങ്ങൾ തെളിയിക്കാനാകാതെ അന്വേഷണം വഴിമുട്ടുകയായിരുന്നു. അതുപോലെ ADGP MR അജിത് കുമാറിനെതിരായ അഴിമതി, അനധികൃത സ്വത്ത് ആരോപണങ്ങളിൽ സർക്കാരിനും വിജിലൻസിനുമെതിരെ ചെന്നിത്തല ആരോപണം ഉന്നയിച്ചിരുന്നു. തുടർന്ന് വിജിലൻസ് അന്വേഷണം നടന്നു. വിജിലൻസിൻ്റെ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് ചോദ്യം ചെയ്ത് കോടതി നിരീക്ഷണങ്ങൾ ഉണ്ടായി. അനധികൃത സ്വത്ത് കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് കൊച്ചി സ്വദേശി കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രിക്ക് വീണ്ടും പരാതി നൽകിയിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ കേസുകളൊക്കെ സജീവമാകുന്നത്. ഇതിലൊക്കെ തന്നെ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല നേരിട്ട് ഇടപെട്ട കേസുകളാണ്. അതൊന്നും തന്നെ വെറുതെ വിടില്ല എന്നാണ് ആഭ്യന്തരമന്ത്രിയുടെ തീരുമാനം. ഇത്തരത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ ജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് നിയമ നടപടികൾക്ക് വിധേയരാക്കും എന്ന ഒരു പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്ന് ചില UDF വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്.